ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റാതെ പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. സെക്കൻഡ് ഡേ ഈ സിനിമ ഞാൻ PVR ലൂക്സിൽ പോയിട്ടാണ് കാണാൻ പോയത്. ബട്ട് പേഴ്സണലി ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇൻ്റർവെല്ലിന് ശേഷം എനിക്ക് ഈ സിനിമ കാണാൻ സാധിച്ചില്ല. ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകേണ്ട വന്നു. ബട്ട് ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ സിനിമയ്ക്ക് പോയി. എനിവേ, സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാഹി കബീർ എന്ന റൈറ്റർ ഡയറക്ടർ പുള്ളി ഒരു രക്ഷയില്ല. പുള്ളിയുടെ റൈറ്റിങ്ങിൻ്റെ ഒരു ഗാംഭീര്യം ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. സാധാരണയായിട്ട് ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. ജോസഫ് എന്നൊരു സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോസഫിൻ്റെ ക്യാരക്ടർ വളരെ പെട്ടെന്ന് തന്നെയാണ് ആ സിനിമയിൽ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തരും. സോ നേരെ ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും സ്ട്രൈറ്റ് ടു സ്റ്റോറി, ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. ഗംഭീരമായിട്ട് എങ്ങനെയാണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു വെക്കാൻ വളരെ മിനിറ്റുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അതിനുശേഷം സ്ട്രെയിറ്റ് സ്റ്റോറിയിലേക്കാണ് പോണത്. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊന്നുമില്ല. സ്ട്രെയിറ്റ് ടു സ്റ്റോറി. ആ ഒരു പോക്ക് പിന്നെ ഈ സിനിമ തീരുമ്പോഴേ നിൽക്കുള്ളൂ. ഒരിടത്ത് പോലും ഒരു ലാഗോ ഒരു ഡൗണോ വരാതെ പ്യുവർലി ഓഡിയൻസിന് എന്താണ് ആവശ്യം അത് 100% വേണ്ടുന്നത് പോലെ കൃത്യമായിട്ട് ചേർത്തെഴുതാൻ ഇങ്ങനെ അല്ലാതെ വേറെ ആരെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എസ്പെഷ്യലി ഷാഹി കബീറിൻ്റെ ഈ പോലീസ് സ്റ്റോറികളിനകത്ത് വരുന്നൊരു ടോപ്പ് നോച്ച് ഐറ്റം ഉണ്ട്. ആ ഒരു ഗാംഭീര്യം, ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി, ഓരോ ഏരിയാസും പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജിത്തു അഷ്റഫ് എന്ന സംവിധായകൻ, പുള്ളിക്കാരനാണ് ഈ സിനിമയിൽ ആദ്യം തൂങ്ങി മരിക്കുന്ന പോലീസ് ഓഫീസറായിട്ട് വന്നിരിക്കുന്നത്. എനിവേ, പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ അടിപൊളിയാണ്. ഡയറക്ടറിൻ്റെ റോള് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് പക്കയായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ അങ്ങേർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റോബി വർഗീസിൻ്റെ സിനിമാറ്റോഗ്രാഫി കിട്ടില്ല ഐറ്റമാണ്. എസ്പെഷ്യലി ആ ഫൈറ്റ് സീക്വൻസുകൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടറിയാം. ചേസ് സീക്വൻസ് ആണെങ്കിലും ഒക്കെ ഗംഭീരം. ഇതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു സാധനമാണ് ജേക്സ് ബിജോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഈ ആ മോഹനെ തീയിടുക എന്ന് പറയത്തില്ലേ, തീയിടുക, ആ ഐറ്റമാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരേക്കും എവിടെയൊക്കെ ഏതൊക്കെ പീക്ക് വരണോ ആ പീക്കിലെല്ലാം കൊണ്ടുവെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഇരുത്തി കത്തിക്കും ഓഡിയൻസിനെ. അമ്മാതി സാധനങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ വില്ലൻ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു ബീജിയമുണ്ട്. ഹോണ്ട് ചെയ്യുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല്. ഇനി പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കുഞ്ചാക്കോ ബോബൻ ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരിശങ്കർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. വേറെ വേർഡ്സ് അതിനകത്ത് പറയാനില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പ്യൂർലി ഹരിശങ്കർ എന്താണോ ആ ക്യാരക്ടറിനെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരേക്കും അതിൻ്റെ മീറ്റർ എന്താണോ ആ രീതിയിൽ തന്നെ പുള്ളിക്കാരൻ പിടിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് ചാക്കോച്ച, നിങ്ങൾ ഇതുപോലത്തെ ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഗംഭീരമായിട്ടുള്ള സിനിമകളുടെ ഭാഗമാകാൻ പറ്റും. നിങ്ങളുടെ സെലക്ഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലത്തെ സിനിമകളിലൊക്കെ നിങ്ങൾ വന്ന് കയറിയിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഈ മനുഷ്യനെ ഒരുപാട് ആൾക്കാർ ചോക്ലേറ്റ് ഹീറോ അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇന്ന് കളിയാക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ബട്ട് പേഴ്സണലി ഇന്നത്തെ ഈ ഒരു സിനിമയുടെ ഷോ സ്റ്റീലർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെന്നേ ഞാൻ പറയുള്ളൂ. അവിടെ കുഞ്ചാക്കോ ബോബൻ എന്നൊരു നടനെ ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നില്ല. കാരണം പ്യൂർലി അവിടെ ഒരു ഹരിശങ്കറിനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അയാളുടെ എക്സ്ട്രീമായിട്ടുള്ള ക്യാരക്ടർ എന്താണ്, അയാളുടെ റീസൺസ് എന്താണ്, അതിനെല്ലാം പ്യൂർലി ആ മുഖത്ത് ആ പെർഫെക്ഷനിൽ കൃത്യമായിട്ട് കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളി ചാക്കോച്ച, സൂപ്പർ. എൻ്റെ ഈ ഒരു റിവ്യൂവിൽ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഹരിശങ്കറിൻ്റെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ്.
അസാധ്യമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ, ഗോ ഹെഡ്, ഇതേപോലത്തെ സാധനങ്ങൾ പിടിച്ചോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ ടാലൻറ്റ് വേറെ ലെവലാണ് നിങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇനിയും കിട്ടില്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ. ദെൻ ഈ സിനിമയിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും, പ്രിയാമണി, മീനാക്ഷി, ജഗദീഷ് ഏട്ടൻ, വൈശാഖ് നായർ, എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. വൈശാഖ് നായർ വേറെ ലെവൽ പെർഫോമൻസ് ആണ്. കുപ്പി എന്നൊക്കെ പറയുന്ന ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു മാറ്റം ഉണ്ടല്ലോ, വേറെ ലെവൽ ചേഞ്ച് ആയിരുന്നു. അടിപൊളിയായിട്ട് ഈ സിനിമയിൽ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പേടിയും. ആ രീതിക്കാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റംസാൻ്റെ ക്യാരക്ടറും അടിപൊളിയാണ്. ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ടീമുകളും, ആ 2 പെങ്കൊച്ചുങ്ങളും പിന്നെ വരുന്ന ആ മറ്റേ പയ്യന്മാരെല്ലാം വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ വന്നിട്ടുള്ള ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളി. ഇതുപോലെ തന്നെ ചാക്കോച്ചനെ മോളായിട്ട് അഭിനയിച്ചൊരു പൊടി മോളുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രോമ അനുഭവിച്ചൊരു കുഞ്ഞ് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഹൈ ലെവൽ സംഭവങ്ങളിലെല്ലാം ഈ കൊച്ചിൻ്റെ ഇതുണ്ട്. ആ എക്സ്പ്രഷനൊക്കെ അടിപൊളിയായിട്ട് ആ മോൾ ഇടുന്നുണ്ട്. സൂപ്പർ മോളെ, അടിപൊളിയായിട്ട് നീ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഞാൻ എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ മൈൻഡിലുള്ള എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടലി നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരേക്കും കിട്ടില്ലാണ് ഒരു പീക്ക്നെസ് ഉണ്ടല്ലോ. ആ പീക്കിലോട്ട് നിങ്ങളെ സ്റ്റാർട്ടിങ്ങിലേക്ക് കയറ്റിയങ്ങ് വിടും. പിന്നെ ആ വഴിക്ക് അങ്ങ് വിട്ടോണം. ആ പോക്ക് ചെന്ന് നിൽക്കുന്നത് സിനിമയുടെ ക്ലൈമാക്സിൽ എൻ്റെ ക്രെഡിറ്റ്സ് വീണിട്ടായിരിക്കും. സോ ടോട്ടലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കിടുക്കാച്ചി ത്രില്ലർ മൂവിക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് വിട്ടോ. ഓഫീസർ ഓൺ ഡ്യൂട്ടി പക്കയാണ്. പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ സിനിമ ഇൻ്റർവെൽ വരേക്കും ഒരു തവണയും ഫുള്ളായിട്ട് ഇന്നുമാണ് കണ്ടത്. എനിവേ, ഇൻ്റർവെൽ വരെ ഇന്നലെ കണ്ടതിന് എനിക്ക് ബാക്കി കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം ഞാൻ ഇന്ന് ടോട്ടലി തീർത്തു. കാരണം എനിക്കതിൻ്റെ ആ ഒരു പീക്ക്നെസ്, ആ ഇൻ്റർവെൽ വരെ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇന്നത് പ്യൂർലി മൊത്തം കണ്ടു തീർന്നപ്പോഴത്തേക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഒരു ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ തീർത്തും ആ സിനിമ കണ്ടു തീരുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ്. എനിവേ, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. എനിവേ, ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4 out of 5 ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. റീസെൻ്റായിട്ട് വന്ന റോസ്റ്റിംഗ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ ഉണ്ട്, കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ വീഡിയോസോടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.